കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സബ്ജക്ട് MSW ആൻഡ് MSW കൗൺസിലിംഗിൽ ഫസ്റ്റ് ഇയറിൽ മെയിൻ ആയിട്ടും വരുന്ന പേപ്പറാണ് MSW 001 എന്ന് പറയുന്നത്. സോ അതിന്റെ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന നിങ്ങളുടെ മുൻകാല ചോദ്യ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ സീരീസ് ആണ്, ഒരു അനാലിസിസ് വീഡിയോ സീരീസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 4 എന്താ പറയാ എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നോയിന്റെ ഫോക്കസ് നമ്മൾ ഈ പറയുന്ന PYQA നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് അവർ 5th എഡിഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള 4 to 5 ഇയേഴ്സ് ടേംഡ് എക്സാമിനേഷൻ, 4 to 5 സൈക്കിൾ ടേംഡ് എക്സാമിനേഷൻ നമ്മൾ ഇൻഡെപ്ത്ലി നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിയും അതിൽ നിന്നും ഏതൊക്കെ ബ്ലോക്കുകളാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ്, അതിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ പാർട്ട് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കുവാനാണെന്നുണ്ടെങ്കിൽ സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമ്മൾ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് എക്സാമിന്റെ ഫോർമാറ്റ് വരുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ 2021 തൊട്ട് അതുപോലെ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് 2025 ഡിസംബർ നിങ്ങൾ ഈ ടേം എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോവുകയാണ് അല്ലെ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ, അതിന്റെ പ്രിഡിക്ഷൻസും പ്രോബിലിറ്റി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ മോക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും കാര്യങ്ങളെല്ലാം നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള ടേംഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് ആണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളുടെ ഫ്രീക്വൻസി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സെഷൻസിന്റെ ഒക്കെ അതിനാണ് നമ്മൾ കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ടും എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഓക്കെ, ലൈക് ടോപ്പിക്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് കുറെ വരുന്ന ടോപ്പിക്സുകളൊക്കെ ഉണ്ട്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക്, കേസ് വർക്ക്, ODL, സോഷ്യൽ ആക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസംബർ 2025 ടേം എക്സാമിനേഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയും കോൺഫിഡൻസും മൊമെന്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മെത്തഡോളജി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് അതായത് ഫസ്റ്റ് കോളത്തിൽ ബ്ലോക്ക് ഉണ്ട്, സെക്കൻഡ് കോളത്തിൽ യൂണിറ്റ് ഉണ്ട്. ആൻഡ് ഈ പറയുന്ന എക്സാമില് നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലോക്ക്, അതുപോലെ യൂണിറ്റ്, പിന്നെ ടോപ്പിക് ഉണ്ട്, പിന്നെ നമുക്ക് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഏത് കാറ്റഗറിയിലാണ് അത് വരുന്നത്. ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച്, കോൺട്രിബ്യൂഷൻ ഓഫ് റിസർച്ച് ടു പ്രാക്ടീസ് 4 ടൈം ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ ലോ ആണ്. ആൻഡ് ബ്ലോക്ക് 3-ലെ
യൂണിറ്റ് 2 സോറി അത് തന്നെയാണ് താഴെ ഓക്കെ ആ സെയിം യൂണിറ്റ് ആണ് ബ്ലോക്ക് ആണ് മേളിൽ വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ ബ്ലോക്ക് 3 അവിടെ കൊടുക്കാൻ മിസ്സായി പോയതാണ്. അപ്പൊ ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച് വൺസ് അഗൈൻ വന്നിട്ടുണ്ട്. ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഷോർട്ട് നോട്ട് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഒരു തവണ വെരി ലോ ആണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടെ മുൻതൂക്കം കുറച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥമേ. പിന്നെ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച്, അതിൽ എത്തിക്സ് ഇൻ റിസർച്ച് വരുന്നുണ്ട്. 1 ടൈം ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് എടുക്കുമ്പോൾ ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഇൻ റിസർച്ച് 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് അതിന്റെ റെലവൻസ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച് ആ സെയിം യൂണിറ്റ് തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ 4ഉം റെലവൻസ് എന്ന് പറയുമ്പോൾ ലോയും ആണ്. ഇനി ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 3 സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എടുത്താൽ ഡെഫിനിഷനും സ്കോപ്പും റെലവൻസും മെത്തേഡും അത് നമ്മൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ അത് 5 ആണ് അതിന്റെ ഒരു എന്താ പറയാ അപ്പിയറൻസ് വരുന്നത്. 5 തവണ വന്നിട്ടുണ്ട്. ആൻഡ് അതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഫീൽഡ് ഓഫ് സ്റ്റഡി ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ റെലവൻസ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ 1 ആണ്. റെലവൻസ് എന്ന് പറയുമ്പോൾ ലോ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 3 യൂണിറ്റ് 3 തന്നെയാണ്. നോളജ് എലമെന്റ്സ് ഓഫ് ഫോർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് റെലവൻസ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 തന്നെ ആ യൂണിറ്റ് 3 റിലേഷൻഷിപ്പ് വിത്ത് അതർ മെത്തേഡ്സ് ഉണ്ട്. 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് റെലവൻസ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 തന്നെയാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഷോർട്ട് നോട്ട് ആണ് വന്നിട്ടുള്ളത്. ഒരു തവണയാണ് വന്നിട്ടുള്ളത്. ലോ ആണ് റെലവൻസ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. ഇതുവരെ നമ്മൾ യൂണിറ്റ് 3 ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടത്. ഇനിയിപ്പോ യൂണിറ്റ് 4 ജനറലിസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആപ്ലിക്കബിലിറ്റി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് റെലവൻസ്. ബ്ലോക്ക് 3 എടുത്താൽ യൂണിറ്റ് 4 തന്നെ നമുക്ക് നോക്കിയാൽ ഡെഫിനിഷൻ ആൻഡ് ഫൗണ്ടേഷൻ ഓർ ടാസ്ക് ഓക്കെ അത് 5 തവണ വന്നിട്ടുണ്ട്. മീഡിയം ആണ്. അപ്പം ആ മീഡിയം കാറ്റഗറിയിലുള്ളത് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തു തന്നെ പഠിക്കുക. പിന്നെ ബ്ലോക്ക് 3 ആ സെയിം യൂണിറ്റിൽ തന്നെ സിസ്റ്റം തിയറി ആൻഡ് ലൈഫ് മോഡൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ലോ ഹൈ മീഡിയം എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 10 അല്ലെങ്കിൽ 10 കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതിനെ ഹൈ എന്നും 5 തൊട്ട് 9 വരെയാണ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മീഡിയം എന്നും ലെസ് ദാൻ 5 ടൈം ആണ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലോ എന്നുമാണ് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ബാർ ചാർട്ട്. നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തെന്ന് പറയുമ്പോൾ ടോട്ടൽ അപ്പിയറൻസ് അക്രോസ് ടോപ്പിക്സ്, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് താഴെ എക്സ് ആക്സിസിൽ നമ്മൾ ബ്ലോക്കും വൈ ആക്സിസിൽ ആ എന്താ പറയാ ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 ആണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ടോട്ടൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ് ഇപ്പുറം നമ്മുടെ ആ ഒരു എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്താ കാണാൻ വേണ്ടി പറ്റുന്നത്, എവിടെയാണ് ഏത് എന്താ പറയാ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ഒരേപോലെയാണ് നിൽക്കുന്നത്. ബ്ലോക്ക് 3 ആണ് കുറച്ചുകൂടെ ലെസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. സോ ബ്ലോക്ക് 3 കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ് ഏറ്റവും ഹയസ്റ്റ് മാർക്സ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ടോട്ടലി അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ്. ഇനി നമുക്ക് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നോക്കാം. ബ്ലോക്കിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് എക്സ് ആക്സിസിൽ. നമ്മുടെ വൈ ആക്സിസിൽ എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ ഒരു കളറിന്റെ ഫ്രീക്വൻസി, ആ ഒരു ഫ്രീക്വൻസി കണ്ടില്ല, അതായത് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് ഏറ്റവും ഗ്രീൻ കളറിലും യെല്ലോ കളറിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബ്ലോക്ക് 1 നമുക്ക് എടുക്കുമ്പോൾ യൂണിറ്റ് 5 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 5 എന്നുള്ള ക്വസ്റ്റ്യൻസ് 11 ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഗ്രീനിഷ് കളർ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഏത് യൂണിറ്റിൽ നിന്നാണ്, യൂണിറ്റ് 1 ഹിസ്റ്ററി ഗ്ലോബൽ സിനാരിയോ, അതേപോലെ തന്നെ യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ അല്ലെ. അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ആ ഒരു യൂണിറ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 എടുത്താലും ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ
ക്വസ്റ്റ്യൻസ് അല്ലെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് എന്നുള്ളതാണ് അവിടെ ആ ഒരു എത്ര തവണയാണ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ചോദിച്ചിട്ടുള്ളതെന്നാണ്. ബ്ലോക്ക് 2 എടുത്താൽ കമ്മ്യൂണിറ്റി വർക്ക് 10 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 തന്നെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് 8 ടൈംസ് വന്നിട്ടുണ്ട്. സോഷ്യൽ കേസ് വർക്ക് ആണെങ്കിൽ 12 ടൈംസ്, ദെൻ കോൺസെപ്റ്റ് ആണെങ്കിൽ 11 ടൈംസ്. പിന്നെ ബ്ലോക്ക് 3 വരുമ്പോൾ ജനറലിസ്റ്റ് പ്രാക്ടീസ് 10 ടൈംസ് ആണ്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും 10 ആണ്. ദെൻ സോഷ്യൽ വർക്ക് റിസർച്ചും 11 ആണ്. സോഷ്യൽ ആക്ഷൻ 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്കിപ്പം ബ്ലോക്ക് 1 നോക്കിയാൽ വാല്യൂസ് പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ്, പിന്നെ ബ്ലോക്ക് 2 നോക്കിയാൽ നമുക്ക് സോഷ്യൽ കേസ് വർക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 വരുമ്പോൾ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ വർക്ക് റിസർച്ച് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് നമുക്ക് നോക്കാം. എല്ലാ പേപ്പറിലെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, അത് 150 വേർഡ്സ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അത് നമ്മൾ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വർക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ്. ദെൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷനും സ്കോപ്പും റെലവൻസും മെത്തേഡും ബ്ലോക്ക് 3 യൂണിറ്റ് 3 ആണ്. അടുത്തത് ജനറലിസ്റ്റ് പ്രാക്ടീസിന്റെ ഡെഫിനിഷനും ഫൗണ്ടേഷനും ടാസ്കും ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. അത് മൾട്ടിപ്പിൾ സെഷൻസിലായിട്ട് ലോങ് ആൻസേഴ്സ് ആയിട്ടും 150 വേർഡ്സ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ടോപ്പിക്കിൽ ലൈക്ക് പ്രയോറിറ്റൈസ് നെക്സ്റ്റ് നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് ആൻഡ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആണ്. കേസ് വർക്കിന്റെ സ്കോപ്പും പ്ലേസും ഇമ്പോർട്ടൻസും ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. പിന്നെ ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് മോഡ് ഓഫ് ലേണിംഗ് അതിന്റെ ഒറിജിൻ ഡെവലപ്മെന്റ് സ്കോപ്പ് ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. സോ ഇത് ഈ പറയുന്ന റീസെന്റ് സൈക്കിൾസ് ഒക്കെ എടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്സേസ് ആയിട്ടും അതേപോലെ ഷോർട്ട് എസ്സേസ് ആയിട്ടും ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇഗ്നോയിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് അവിടെ ഹൈ yield ആയിട്ട് കൊടുക്കാനുള്ള ഒരു കാരണം. ഇനി നമുക്ക് എക്സാം പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. സോ 600 വേർഡ്സിന്റെ ലോങ് ആൻസേഴ്സ് വരുന്നത് ടിപ്പിക്കലി 20 മാർക്കിനായിരിക്കും. 2 പേർ പേപ്പർ ആയിരിക്കും വരുന്നത്. രണ്ടെണ്ണം ആയിരിക്കണം എഴുതേണ്ടത്. പിന്നെ നമുക്ക് 300 വേർഡ്സിന്റെ അനലിറ്റിക് ആൻസർ വരുന്നുണ്ട്. 10 മാർക്സ് ആയിരിക്കും. ഏതെങ്കിലും എന്താ പറയാ രണ്ടെണ്ണമാണ്, 4 തരും, 4 ഓപ്ഷൻസ് വരും, അതിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. പിന്നെ 150 വേർഡിന്റെ ഷോർട്ട് ആൻസർ ഉണ്ട്. ടിപ്പിക്കലി 5 മാർക്ക് ആയിരിക്കും. 6 നിന്നും 4 ചൂസ് ചെയ്യാനായിരിക്കും വരുന്നത്. പിന്നെ 100 വേർഡ്സിന്റെ ഷോർട്ട് നോട്ട് വരുന്നുണ്ട്. അത് 4 മാർക്ക് ആയിരിക്കും. 8 5 അത് എന്ത് ചെയ്യേണ്ടത് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. എസ്സേസ് വരും, അതേപോലെ തന്നെ ലോങ് ആൻസേഴ്സ് ആണ്. ലോങ് ആൻസേഴ്സ് വരുന്നുണ്ട്, ഷോർട്ട് ആൻസേഴ്സ് വരുന്നുണ്ട്, അനലിറ്റിക് ആൻസേഴ്സ് വരുന്നുണ്ട്, ഷോർട്ട് നോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ അത് കുറച്ചുകൂടെ ആ ഒരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, ടിപ്പിക്കൽ മാർക്ക് റേഞ്ച്, എക്സ്പെക്ടഡ് ലെങ്ത്. 600 വേർഡ് എസ് ലോങ് ആൻസർ 20 ആണ് ടിപ്പിക്കൽ മാർക്ക് റേഞ്ച്, എക്സ്പെക്ടഡ് ലെങ്ത് 600 ആണ്. അടുത്തത് 300 വേർഡ് അനലിറ്റിക് ആൻസർ 10 ആണ് വരുന്നത് മാർക്ക് റേഞ്ച്, 300 വേർഡ്സ് ആണ് ലെങ്ത്. 150 വേർഡ് ഷോർട്ട് ആൻസർ ആണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് ആണ്, 150 വേർഡ്സ് ആണ്. പിന്നെ 100 വേർഡ് ഷോർട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിൽ 4 മാർക്ക് ആയിരിക്കും, 100 വേർഡ്സ് ആയിരിക്കും അത് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ 600 വേർഡ്സ് എസ്സേ 20 മാർക്ക് ആണ്. ടെസ്റ്റ് സിന്തസിസ്, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റുവൽ ബ്രെഡ്ത്തുകൾ, എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മൈൽ സ്റ്റോണുകൾ, അതേപോലെ നമ്മളുടെ ഓൺലൈൻ ആൻഡ് ഡിസ്റ്റന്റ് ലേണിംഗിന്റെ ഗ്രോത്ത്, അങ്ങനെയുള്ളതൊക്കെ ഹിസ്റ്റോറിക്കലി കോൺസെപ്ച്വലി അതിന്റെ എന്താ പറയാ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന എസ്സേസ് എടുത്താൽ അതിന് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും ബോഡി മിനി കൺക്ലൂഷനും വേണം. എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമുക്ക് ഡെഫിനിഷൻസ്, അതിന്റെ എവല്യൂഷൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഒരു പേപ്പറിന്റെ 40% ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് 20 + 20 മാർക്ക് 40 മാർക്ക് ആയിരിക്കും എസ്സേക്ക് വരുന്നത്. ഇനിയിപ്പോ 300 വേർഡ് അനലിറ്റിക്കൽ ആൻസർ എന്ന് പറയുമ്പോൾ 10 മാർക്സിനാണ് വരുന്നത്. ഒരു മിഡ് ഡെപ്ത് ആയിട്ടുള്ള മീഡിയം ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കൊടുക്കുക. ലൈക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അതിനെ ഡിസ്കസ് ചെയ്യാൻ ഡിസ്ക്യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോൾ ഓഫ് റിസർച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഒരു ബ്രീഫ് എവിഡൻസോട് കൂടി 2 to 3 സബ് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ ഈ പറയുന്ന ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോൾ ആയിട്ടുള്ള നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ
പെർസെന്റേജ് ആയിരിക്കും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 150 വേർഡ് ഷോർട്ട് ആൻസർ ആണ്. 150 വേർഡ് ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 5 മാർക്കാണ് വരുന്നത്. ഒരു ഡെഫിനേഷൻ ചെറുതായിട്ട് കൊടുക്കുക, 2 to 3 ബുള്ളറ്റ് ലൈക്ക് സെന്റൻസുകളൊക്കെ കൊടുക്കുക, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു കൺക്ലൂഷൻ കൊടുക്കുക. ഇതിനും 20% തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20% ഈ പറയുന്ന 150 വേർഡ് ഷോർട്ട് ആൻസറിനുണ്ട്. പിന്നെ കമ്മിങ് ടു 100 വേർഡ് ഷോർട്ട് നോട്ട് 4 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് പ്രിസൈസ് ആയിട്ട് എക്സാമ്പിൾ ഒക്കെ ചെറിയ രീതിയിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കൊടുക്കുക. ഇപ്പൊ ജസ്റ്റ് കുറച്ച് മാത്രം കൊടുക്കുക. ലൈഫ് മോഡൽ, സോഷ്യൽ ഡിഫൻസ്, ഫ്രണ്ട്ലി വിസിറ്റേഴ്സ്, ലൈക്ക് അങ്ങനെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു വേർഡ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. ഡെഫിനിഷന് വേണ്ടിയിട്ട് 1 സെന്റൻസ് ഒക്കെ വേണം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇതും ഈ പറയുന്നത് പോലെ തന്നെ 5 എണ്ണമാണ് എഴുതേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 20% ഷോർട്ട് നോട്ട് ആണ്. ഓക്കെ, അതേപോലെ ഈ പറയുന്ന ഷോർട്ട് ആൻസേഴ്സും 20% ആണ്. അത് 4 എണ്ണമാണ് എഴുതേണ്ടത് കേട്ടോ. 150 വേർഡിന്റെ ഷോർട്ട് ആൻസർ 4 എണ്ണം എഴുതണം. പിന്നെ നമ്മളുടെ ഈ പറയുന്ന 300 വേർഡിന്റെ അനലിറ്റിക് ആൻസർ ഉണ്ടല്ലോ 10 മാർക്കിന്റെ, അത് 2 എണ്ണമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സിലബസ് വൈസ് നമുക്ക് ഓരോ സിലബസിന്റെ ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ ഇല്ല നമുക്ക് MSW1ന്റെ ആ ഒരു എന്താ പറയാ നമ്മളുടെ PYQ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 ഓക്കെ, പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ 36.8 ആണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 2 എടുത്താൽ, അതായത് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് എടുത്താൽ 29.7. ഓക്കെ, അത് രണ്ടാമത്തെ സ്ഥാനമാണ്. പിന്നെ ബ്ലോക്ക് 3 എടുത്താൽ, സെക്കൻഡറി മെത്തേഡ്സ് എടുത്താൽ 33.5% ആണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഫോർ ബോട്ടം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് വൈസ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഒരു ബാർ ചാർട്ടിൽ കണ്ടായിരുന്നു ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ് സെയിം, ബ്ലോക്ക് 3 കുറവാണ് അല്ലെ. പക്ഷെ അതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ ഒരു ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് വന്നിട്ടുള്ളത്, അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഡിസംബർ തൊട്ടിട്ടുള്ള ജൂൺ 2025 വരെയുള്ളത് എടുക്കുമ്പോൾ എല്ലാ തരത്തിലും എസ്സേസ്, വേർഡ് എസ്സേസ് ആയിക്കോട്ടെ, വേർഡ് അനലിറ്റിക് ആയിക്കോട്ടെ, ഷോർട്ട് ആൻസേഴ്സ് ആയിക്കോട്ടെ, വേർഡ് ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ അത് കാരണം സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺസ് തന്നെയാണ് കഴിഞ്ഞ 5 ഒരു ടേം എക്സാമിനേഷൻ ഒക്കെ എടുത്താലും ഈ പറയുന്ന വേർഡ് എസ്സേസും അതായത് 600 വേർഡ് എസ്സേസും 300 വേർഡ് അനലിറ്റിക് ആൻസേഴ്സും 150 വേർഡ് ഷോർട്ട് ആൻസർ, 100 വേർഡ് ഷോർട്ട് നോട്ട്, ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ വേറെ എക്സ്ട്രാ മൾട്ടിപ്പിൾ ചോയ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാത്ത് ഫോളോയിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത നമുക്ക് പാറ്റേൺ ഹൈലൈറ്റ് നോക്കാം. 3 ബുള്ളറ്റ്സ്. സോ നമ്മൾ ഏത് ഇയർ എടുത്താലും ഈ പറഞ്ഞ 40-20-20-20 സ്പ്ലിറ്റ് ആണ്. അതായത് 40 മാർക്ക്, 20 മാർക്ക്, 20 മാർക്ക്, 20 മാർക്ക്, അല്ലാണ്ട് MCQ, കേസ് സ്റ്റഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ ജൂൺ 2024 നമ്മൾ നോക്കിയാൽ ബ്ലോക്ക് 1 ഏറ്റവും പീക്കിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയായിരുന്നു. പിന്നെ ഡിസംബർ 2023 വരുമ്പോൾ ബ്ലോക്ക് 3 എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബ്ലോക്കിന്റെ ഷിഫ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെയറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി വർക്ക് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷൻ, അങ്ങനെ പെയറിംഗ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പെർസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതാണ് പെയറിംഗിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ? കേസ് വർക്ക് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ കേസ് വർക്ക് വേഴ്സസ് സോഷ്യൽ ആക്ഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം.
അടുത്തത് പ്രിപ്പറേഷൻ ടിപ്പാണ്. അപ്പൊ നമുക്ക് മാർക്ക് വൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ എസ് ഐക്ക് എന്ത് ചെയ്യാം, 2 essays ഉണ്ട്. ഒരു എസ്ഐക്ക് 36 മിനിറ്റ് വെച്ച് 2 essays 72 മിനിറ്റ്സ് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാം. പിന്നെ 300 വേർഡ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 18 മിനിറ്റ് വെച്ചിട്ട് ടോട്ടൽ എത്ര മിനിറ്റ് നിങ്ങൾ കൊടുക്കണം, 36 മിനിറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി ഇപ്പൊ 150 വേർഡ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 9 മിനിറ്റ് വെച്ച് 36 മിനിറ്റ് അതിനും കൊടുക്കുക. ഷോർട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിൽ 7 മിനിറ്റ് വെച്ച് 36 മിനിറ്റ് കൊടുക്കുക. ഇനിയിപ്പോ ലാസ്റ്റ് നിങ്ങൾ ഒരു 10 to 12 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക. എഴുതിയേക്കുന്ന ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആണോ, എല്ലാം എഴുതിയിട്ടുണ്ടോ, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുന്ന സമയം, ആൻസർ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മയില്ലെങ്കിൽ അത് അവിടെ വിട്ടിട്ട് ലാസ്റ്റ് എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ലാസ്റ്റ് ടൈമിൽ റിവ്യൂ ചെയ്യുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡ് റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരു 10 to 12 മിനിറ്റ്സ് ഫൈനലി എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ആയിട്ടുള്ള 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അതിൽ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്, അതിന്റെ മീനിങ്, സ്കോപ്പ്, കോമ്പണൻസ്, സ്ട്രാറ്റജീസ്, ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോഷ്യൽ ആക്ഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, കോമ്പണൻസ് എന്താണ്, സ്ട്രാറ്റജീസ് എന്താണ്, അത് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് ഡിഫൈൻ ചെയ്യാതെ, അല്ലെങ്കിൽ അതിന്റെ ഫീൽഡ് അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ സ്കോപ്പ് ആൻഡ് റെലവൻസ്, ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത് 7 ടൈംസ് ആണ്. പിന്നെ നമുക്ക് ODL ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, അതിന്റെ ഒറിജിനൽ ഡെവലപ്മെന്റും സ്കോപ്പും ഇമ്പോർട്ടൻസും, ഇന്ത്യയിലുള്ള ഓൺലൈൻ ആൻഡ് ഡിസ്റ്റന്റ് ലേണിംഗിന്റെ എന്താ പറയാ, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് വന്നു, അതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, സ്കോപ്പ് എങ്ങനെയാണ്, അത് അപ്പിയർ ചെയ്തിട്ടുള്ളത് 6 ടൈംസ് ആണ്. പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, അപ്പം അങ്ങനെയുള്ളതൊക്കെ എന്താണ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യാനും അതിനെ കോൺട്രാസ്റ്റ് എഴുതാനും വേണ്ടിയിട്ട്. പിന്നെ ജനറലിസ്റ്റ് പ്രാക്ടീസ് എടുത്താൽ അതിന്റെ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് വരുന്നത്, അത് 5 തവണയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അടുത്തത് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് എടുക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ഡെഫിനേഷനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഡെഫിനേഷൻ വിത്ത് ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. അത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ 4 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് സോഷ്യൽ വർക്ക് റിസർച്ചിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ്, അത് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് 8th വൺ. 9th വൺ എന്ന് പറയുമ്പോൾ തിയറികളെ കുറിച്ച്, സിസ്റ്റം തിയറികളെ കുറിച്ചിട്ടും മോഡലുകളെ കുറിച്ചിട്ടും, ഓക്കെ, എക്കോളജിക്കൽ സിസ്റ്റം തിയറി, ലൈഫ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഇന്ത്യ, ലൈക്ക് അത് ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇത്രയുമാണ് ടോപ്പ് ആയിട്ടുള്ള 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇത് ഏത് ബ്ലോക്കിലാണ് വരുന്നത്, നമുക്ക് ഒന്നും കൂടെ അത് എത്ര തവണ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നോക്കിയാല് ഡിഫൈൻ, എക്സ്പ്ലെയിൻ സോഷ്യൽ ആക്ഷൻ, മീനിങ്, സ്കോപ്പ് ഓർ കോമ്പണൻസ്, സ്ട്രാറ്റജീസ്, ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ്. അപ്പിയറൻസ് 8 ആണ്. ആവറേജ് മാർക്ക് 12.12 ആണ്. അടുത്ത സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ഡിഫൈൻ, ഫീൽഡ്, അതിന്റെ മെത്തേഡ്, സ്കോപ്പ് ആൻഡ് റെലവൻസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ആണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. അപ്പോ അത് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്ക് 12 ആണ്. അടുത്തെന്ന് പറയുമ്പോൾ ODL ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആണ്. ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റും സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസും ഇന്ത്യയിലുള്ളത്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. ODL ഇൻ ഇന്ത്യ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 14.17 ആണ് ആവറേജ് മാർക്ക്. ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വർക്ക്, സിമിലാരിറ്റീസും ഡിഫറൻസസും ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 കമ്മ്യൂണിറ്റി വർക്ക് അപ്പിയർ ചെയ്തിട്ടുള്ളത് 5 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 11 ആണ്. പിന്നെ ജനറലിസ്റ്റ് പ്രാക്ടീസ് എടുത്താൽ ഡെഫിനിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫൗണ്ടേഷൻ, ആപ്ലിക്കബിലിറ്റി ഇൻ ഇന്ത്യ. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ജനറലിസ്റ്റ് പ്രാക്ടീസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഒരു ആവറേജ് മാർക്ക് വരുന്നത് 8.6 ആണ്. ദെൻ പേർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക്. ഓക്കെ, സോഷ്യൽ വർക്ക് ഡിഫൈൻ ചെയ്യുക, പേർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ, അത് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 13.5 ആണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 5 ആണ് ആവറേജ് മാർക്ക്. അടുത്തത് കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് റിസർച്ച് ടു പ്രാക്ടീസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 9.75 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. ഓക്കെ. അടുത്തത് എക്കോളജിക്കൽ സിസ്റ്റം തിയറി, ദ ലൈഫ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. ജനറലിസ്റ്റ് പ്രാക്ടീസ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 7.25 ആണ് ആവറേജ് മാർക്ക്. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഇന്ത്യ. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. സോഷ്യൽ കേസ് വർക്ക് 3
ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 20 ആണ് ആവറേജ് മാർക്ക്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ആവറേജസ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈച്ച് അപ്പിയറൻസ് ക്യാരീസ് പേപ്പേഴ്സ് മാർക്ക് ഫോർ ദാറ്റ് ഫോർമാറ്റ്. നമ്മൾ ആ ഫോർമാറ്റ് നോക്കുന്നു. ഇപ്പൊ എസ് ആണെങ്കിൽ 20 ആണ് അല്ലെ, 300 വേർഡ് ആണെങ്കിൽ 10 മാർക്ക്, 150 ആണെങ്കിൽ 5, 100 ആണെങ്കിൽ 4. ഈ പറഞ്ഞ ടോപ്പിക് ചിലപ്പോൾ പല ഫോർമാറ്റിലായിരിക്കും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. ആൻഡ് ഓൾസോ ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള ടേമിന്റെ എക്സാമിനേഷന്റെ ബേസിസിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 32.5% ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് അല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 67.5% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ പറയുന്ന എസ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ 10 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ലൈക്ക് ആൻഡ് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഹൗ ടു പ്രിപ്പയർ അല്ലെങ്കിൽ ഹൗ ടു പ്രാക്ടീസ്. ഓക്കെ, സോ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്യുക ഫസ്റ്റ് 5 to 6 മിനിറ്റിൽ എന്തൊക്കെ എഴുതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു 26 to 28 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. എസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കണ്ടു. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഒരു 26 to 28 മിനിറ്റിൽ ഒന്ന് എഴുതാൻ വേണ്ടി നോക്കുക. ഡെഫിനിഷൻസ് ലൈക്ക് എവല്യൂഷൻ, കോർ ഐഡിയാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു 3 പാർട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഈ പറഞ്ഞ ടോപ്പ് 10 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇപ്പൊ 300 വേർഡ്സിലേക്ക് വരുമ്പോൾ 10 മാർക്ക് ആണ്. ഒരു 3 മിനിറ്റ് ഔട്ട്ലൈൻ ചെയ്തിട്ട് 12 to 14 മിനിറ്റ് എഴുതാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇത് ഈ പറഞ്ഞതുപോലെ 2 തവണയ്ക്ക് റിഹേഴ്സ് ചെയ്യുക. ഓക്കെ, ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, ഒരു 2-3 സബ് ഹെഡിങ്സ് കൊടുക്കുക, ഒരു എക്സാമ്പിൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. പിന്നെ ഷോർട്ട് ആൻഡ് നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും 5 and 4 മാർക്ക് ആണ്. 60 to 90 സെക്കൻഡ്സ് ഔട്ട്ലൈൻ ചെയ്യുക ആൻഡ് 4 to 7 മിനിറ്റ് എഴുതിയാൽ മതിയാകും. ആൻഡ് ഡെഫിനിഷൻസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, ഒരു 2 ക്രിസ്പ് പോയിന്റ്സ് കൊടുക്കുക, ഒരു എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, ഒരു ആൻസർ 2 തവണയൊക്കെ എഴുതാൻ വേണ്ടി നോക്കാം. അപ്പൊ അതാണ് നമുക്ക് ഷോർട്സ് ആൻഡ് നോട്ട്സിലേക്ക് വരുന്നത്. ആൻഡ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട നമ്മളുടെ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, കമ്മ്യൂണിറ്റി എന്താ പറയാ ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, ജനറലിസ്റ്റ് പ്രാക്ടീസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് ഈ പറയുന്ന ബോക്സിൽ നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് തരും, അതിൽ യൂണിറ്റ് തരും, ദെൻ ടോപ്പിക് തരും, പ്രോബിലിറ്റി തരും, കാറ്റഗറി തരും. ഓക്കെ, ആൻഡ് ഫൈനലി ഫുഡ് നോട്ടും ഉണ്ട്. സോ ഫസ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ചിലെ ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ കമ്പയർ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. പ്രോബിലിറ്റി ചോദിക്കാനുള്ള സാധ്യത 57.1% ആണ്. കാറ്റഗറി വരുന്നത് മീഡിയം, ഫുഡ് നോട്ട് 7. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോഴത്തേക്കും യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച്, കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് റിസർച്ച് ടു പ്രാക്ടീസ് 57.1 ആണ് പ്രോബിലിറ്റി, കാറ്റഗറി മീഡിയം ആണ്, ഫുഡ് നോട്ട് 8 ആണ്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 4 ജനറലിസ്റ്റ് പ്രാക്ടീസ്, എക്കോളജിക്കൽ സിസ്റ്റം തിയറി, ദ ലൈഫ് മോഡൽ എന്ന് പറയുന്ന ടോപ്പിക് വരാനുള്ള ചാൻസ് 57.1 ആണ്. മീഡിയം ആണ് കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഫുഡ് നോട്ട് 9. അടുത്തത് ബ്ലോക്ക് 1 എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ, പേർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക്, അത് 42.9 ആണ് പ്രോബിലിറ്റി, കാറ്റഗറി മീഡിയം ആണ്, ഫുഡ് നോട്ട് 6 ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന യൂണിറ്റിലെ ടോപ്പിക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഇന്ത്യ, 42.9 ആണ് ചോദിക്കാനുള്ള സാധ്യത, മീഡിയം ആണ് കാറ്റഗറി, ഫുഡ് നോട്ട് എന്ന് പറയുമ്പോൾ 10 ആണ്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗ്ലോബൽ സിനാരിയോ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്, അത് ചോദിക്കാനുള്ള ഒരു പ്രോബിലിറ്റി 28.6 ആണ്, കാറ്റഗറി ലോ ആണ്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് 28.6 ആണ് വരുന്നത്, ലോ ആണ് കാറ്റഗറി. ബ്ലോക്ക് 1 യൂണിറ്റ് 5 വാല്യൂസ് ആൻഡ് എത്തിക്സ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് 28.6 ആണ്, 6% ആണ് അതിന്റെ പ്രോബിലിറ്റി വരുന്നത്, ലോ ആണ് അതിന്റെ കാറ്റഗറി. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 3 എടുക്കുവാണെങ്കിൽ, അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എടുത്താൽ അതിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് കൊനോപ്കേഴ്സ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, അത് 14.3 ആണ് പെർസെന്റേജ്, ലോ ആണ്. അപ്പൊ ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് മുൻതൂക്കം കൊടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാതെ എന്താണെന്നുള്ളത്. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് റിസർച്ച് ഡിഡക്റ്റീവ് റിസർച്ച് ഷോർട്ട് നോട്ട്, അത് 14.3% വരാനുള്ള ചാൻസ് ഉണ്ട്, ലോ ആണ് കാറ്റഗറി വരുന്നത്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ODL ഇൻ ഇന്ത്യ
അപ്പം ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഇൻ സോഷ്യൽ വർക്ക്, എഡ്യൂക്കേഷൻ, ഒറിജിൻ, ഡെവലപ്മെന്റ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് 100 ആണ് അതിന്റെ പ്രോബിലിറ്റി. നോക്കി 100% വരാൻ ഉറപ്പുണ്ടെന്നാണ് പറയുന്നത്. സോ ഹൈ ആണ് അതിന്റെ കാറ്റഗറി. ഫുഡ് നോട്ട് 3 ആണ്. ആൻഡ് ബ്ലോക്ക് 3യിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 1 സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ സോഷ്യൽ ആക്ഷൻ, അതിന്റെ മീനിങ്, സ്കോപ്പ്, കോമ്പണൻസ്, സ്ട്രാറ്റജീസ്, ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ 100 ആണ് പ്രോബിലിറ്റി. ഹൈ ആണ് കാറ്റഗറി വരുന്നത്. ഫുഡ് നോട്ട് 1 ആണ്. ദെൻ ബ്ലോക്ക് 3യിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 3 സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഡെഫിനിഷൻ, ഫീൽഡ്, മെത്തേഡ്, സ്കോപ്പ് ആൻഡ് റെലവൻസ് 100% ആണ് ചോദിക്കാനുള്ള ചാൻസ്. ഹൈ ആണ് കാറ്റഗറി വരുന്നത്. ഫുഡ് നോട്ട് 2. ദെൻ ബ്ലോക്ക് 3യിലേക്ക് വരുമ്പോൾ 4ാമത്തെ യൂണിറ്റ് ജനറലിസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന യൂണിറ്റിൽ അതിന്റെ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫൗണ്ടേഷൻ, ഇന്ത്യൻ ആപ്ലിക്കബിലിറ്റി 85.7% ആണ്. ഹൈ ആണ് വരുന്നത് കാറ്റഗറി. ദെൻ 5 ഫുഡ് നോട്ട് ആണ്. ബ്ലോക്ക് 2യിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 4 കമ്മ്യൂണിറ്റി വർക്ക്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വർക്ക്, അത് കമ്പാരിസൺ, അതിന്റെ കോൺട്രാസ്റ്റ്, ഇതൊക്കെ എന്താണ് 71.4% പ്രോബിലിറ്റി ഉണ്ട്. ഹൈ ആണ് വരുന്ന കാറ്റഗറി. ഓക്കെ. സോ ഇത് ഈ പറയുന്ന ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് നമുക്ക് നോക്കിയാൽ നമ്മൾ എത്ര പേപ്പേഴ്സിൽ ഇത് വന്നിട്ടുണ്ട്, ലോങ് ആയിട്ടാണോ വന്നിട്ടുള്ളത്, മിഡ് ലെങ്തിലാണോ വന്നിട്ടുള്ളത്, അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹൈ മീഡിയം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ യെസ്, ഇനി നമുക്ക് ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് നമുക്ക് നോക്കാം. അതായത് താഴെ വന്നിട്ടുള്ളത് പ്രെഡിക്റ്റഡ് പ്രോബിലിറ്റി ആണ്. ഓക്കെ, പെർസെന്റേജ് ആണ്. ഇപ്പുറത്ത് വന്നിരിക്കുന്നത് ടോപ്പിക്സുകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളിൽ ഇത് വരാനുള്ള പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ട്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വൈ ആക്സിസിൽ ആ ഒരു ടോപ്പിക്കുകൾ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അതിലും കുറച്ച് വരാൻ ചാൻസ് ഉള്ളത് ഓറഞ്ചിലും, ഏറ്റവും ലോ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതുമാണ് റെഡില്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വർക്ക്, അതൊക്കെ ഏറ്റവും ഹൈ ആണ്. ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന 5 എണ്ണവും ഏറ്റവും ഹൈ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കാം. അടുത്തത് ഇനിയിപ്പോ നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് നോക്കിയാൽ ഹൈറ്റുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഒരു 1 പേജ് കോൺസെപ്റ്റ്സ് മാപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളൊരു ടീച്ചറാണ്, നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ടീച്ച് ബാക്ക് മെത്തേഡിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ലൗഡ് ആയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു പഠിക്കാം. ഒരു 2 തവണയെങ്കിലും നമ്മൾ ആൻസർ പെർ ടോപ്പിക്, അല്ലെ, 300 വേർഡ് ആണെങ്കിലും 600 വേർഡ് ആണെങ്കിലും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റൈറ്റപ്പ് ചെയ്യുക. ഒരു കമ്പാരിസൺ, ഇപ്പം ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഡെഫിനിഷൻ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് അതിന് വേണ്ട പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അത് ഹൈയിൽ വരുന്നത്. ഇനിയിപ്പോ മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% ഇൻ ബിറ്റ്വീൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം അതിലിപ്പോ എന്താ പറയാ, റിസർച്ച്, അല്ലെ, റിസർച്ച് വരുന്നുണ്ട്, പ്രാക്ടീസ് ലൈഫ് മോഡൽ, പേർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് കേസ് വർക്ക്, അതിന്റെ ഹിസ്റ്ററി. അപ്പം ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. പ്രോപ്പർ ഡെഫിനിഷൻസ് കൊടുക്കുക, 2 കീ പോയിന്റ്സ് കൊടുക്കുക, 1 ഇന്ത്യൻ എക്സാമ്പിൾസ് കൊടുക്കുക. ആൻഡ് ജസ്റ്റ് 3 to 4 മിനിറ്റ് ഔട്ട്ലൈൻ ചെയ്തിട്ട് 12 to 14 മിനിറ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോ ലെസ് 40% ആണ്, ലോ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷനും 2 പോയിന്റ്സും പിന്നെ ഒരു എക്സാമ്പിളും കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം അതാണ് ആ ഒരു സംഭവം. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് MSW ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025 നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഓക്കെ, 3 മണിക്കൂറിൽ എക്സാം ആയിരിക്കും, 100 മാർക്ക് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക്, അതായത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഇപ്പൊ ഓപ്ഷൻ എ 1, 2, 3 എന്നൊക്കെ പറയുമ്പോൾ 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം സെയിം മാർക്ക് ആയിരിക്കും, സെക്കൻഡ് ഈക്വൽ മാർക്ക് ആയിരിക്കും, അങ്ങനെ. ഓക്കെ, ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 എന്ന് പറയുമ്പോൾ 600 വേർഡ്സിന് മേളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല. ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ.
സോ ഫസ്റ്റ് നമുക്ക് കാറ്റഗറി എടുത്താൽ 20 മാർക്കിന്റെ ആണ് 1, 2 എന്ന് പറഞ്ഞിട്ട് ഓർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എ, critically trace the evolution of social work and social welfare from pre-industrial context to contemporary welfare regimes, drawing on at least 2 world regions. Or explain the purpose and objectives of social work and discuss how international statements on professionalism have shaped the value base of practice in India. അല്ലെങ്കിൽ അത് എഴുതാന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് 20 മാർക്കിന് എ ഓർ ബി ഉണ്ട്. A എന്ന് പറയുമ്പോൾ outline the evolution of social casework in the West and in India, discuss its application in any 5 distinct practice settings, അല്ലെങ്കിൽ discuss social welfare administration and analyze key assumptions underlying social welfare administration and examine its scope and place within social work practice. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 2 എണ്ണം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. 300 വേർഡ്സിന് 10 മാർക്കാണ്. 2 എണ്ണം അറ്റൻഡ് ചെയ്യാൻ 20 മാർക്ക് കിട്ടും. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമിൻ ദ എമർജൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ് ഫോർ കരിക്കുലം ഡിസൈൻ ഇൻ ഇന്ത്യ. സെക്കൻഡ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ ഫീൽഡ് ബേസ്ഡ് ഇലസ്ട്രേഷൻസ്. തേർഡ് വൺ, ഡിസ്കസ് ജനറലിസ്റ്റ് പ്രാക്ടീസ്, ഇറ്റ്സ് ഫൗണ്ടേഷൻ ആൻഡ് റോൾസ് ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് റെലവൻസ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. D, explain moral development and outline a structured approach to ethical decision making in professional practice. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 6 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 20 മാർക്കാണ്. ഒരെണ്ണത്തിന് 5 മാർക്ക് വെച്ചിട്ടാണ്. സോ വോളണ്ടറി അല്ലെങ്കിൽ ചാരിറ്റി ആക്ഷൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സ്കോപ്പ് ആൻഡ് വാല്യൂ ബേസ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ സ്കോപ്പ് ആൻഡ് വാല്യൂ സ്റ്റേറ്റ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആക്ഷന്റെ എസെൻഷ്യൽ കോമ്പണൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ജനറൽ സിസ്റ്റം തിയറിയുടെ മെയിൻ അസംഷൻസ് സ്റ്റേറ്റ് ചെയ്യുക. അടുത്തത് ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ briefly explain how social work research contributes to practice. And last one, identify major areas where community work is applied in India. Okay, so അത് അത്ര ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് പാർട്ടാണ്. ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. 8 എണ്ണത്തിൽ 5 എണ്ണം എഴുതുക. എന്താണ് 4 മാർക്കിനായിരിക്കും 20 മാർക്ക് കിട്ടുവേ. സോ ഫസ്റ്റ് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് വാല്യൂസ് ആൻഡ് എത്തിക്സ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക്. Then third one, social security. Fourth one, Ramadan. Fifth one, social network. Sixth one, friendly visitors. Seventh one, charity organization society. And eighth one, life model. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ, 5 എണ്ണം എടുത്തിട്ട് ഉത്തരം എഴുതുക. 8 ഓപ്ഷൻസ് ഉണ്ട്, 5 എണ്ണം എടുക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും ആ ഒരു ഷോർട്ട് നോട്ടിന്റെ ഒരു കാറ്റഗറി വരുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ PDF അവൈലബിൾ ആയിരിക്കും കേട്ടോ. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു PYQA കൊണ്ടിട്ട് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇത് തന്നെ നല്ല രീതിയിൽ റെഫർ ചെയ്യുക. ഇതുവരെയും ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇതെല്ലാം എന്ത് നോക്കിയിട്ട് ഇതനുസരിച്ച് അത് പഠിക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.